Today we are discussing about measure of an angle. എങ്ങനെയാണ് ഒരു കോൺ അളക്കുക എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇത് പ്രൊട്രാക്ടർ എന്ന സാധനം, നിങ്ങളെല്ലാവരെയും ബോക്സിൽ ഈ പ്രൊട്രാക്ടർ എന്ന സാധനം ഉണ്ടാവും. ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ വശത്തു നിന്ന് ഇങ്ങോട്ട് 0, 10, 20, 0, 10, 20, 30 ഇങ്ങനെ 180 വരെ 180 വരെ പോകുന്നു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും 0, 10, 20, 30 അങ്ങനെ 180 വരെ 0, 10, 20, 30, 40 അങ്ങനെ 180 വരെ രണ്ട് വശത്തു നിന്നും പോകുന്നത് നിങ്ങൾക്ക് പ്രൊട്രാക്ടർ നോക്കിയാൽ കാണാം. ഈ പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ആംഗിൾസ് അഥവാ കോണുകൾ അളക്കുക. അപ്പോൾ ഇതൊരു 3 കോണുകൾ ഇവിടെ 3 ആംഗിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ആംഗിൾസ്. ഈ 3 ആംഗിൾസ് എങ്ങനെ അളക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഫസ്റ്റ് ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വര കാണാം. ഈ 0യും 180യും 0, 180 തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു വര കാണാം നേരെയുള്ള. ആ ലൈനിൽ സെൻറ്ററിൽ ഈ ആംഗിളിൻ്റെ സെൻറ്റർ കറക്റ്റ് മധ്യത്തിൽ കറക്റ്റ് ആക്കിയിട്ട് അതേപോലെ 0, 180 വരുന്ന ഈ ലൈനിൻ്റെ നേരെ ലെവലിൽ ഇതേപോലെ വെക്കണം. കറക്റ്റ് ഇങ്ങനെ വെക്കണം. ഇതാണ് അളവിൻ്റെ രീതി. ഇവിടെ ഒരു ലൈന് നിങ്ങൾക്ക് കാണാം. ഈ ലൈനിൻ്റെ നടുവിൽ സെൻറ്ററിൽ ഒരു ബിന്ദു കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടാവും. ആ സെൻറ്ററും ഈ ആംഗിളും കറക്റ്റായിരിക്കണം. അതുപോലെ ഈ ലൈന് കറക്റ്റായിരിക്കണം. നേരെ പോകുന്ന ഈ പ്രൊട്രാക്ടറിൻ്റെ തൊട്ട മേലെ കാണുന്ന ഈ ലൈനിൽ കറക്റ്റിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് എന്നിട്ട് നമ്മൾ മേലെ നോട്ട് നോക്കിയാൽ ഇവിടെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് കാണാം. അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്നാണ് നമ്മളിതിന് പറയുക. മെഷർ ചെയ്യുമ്പോൾ ഡിഗ്രി 1 ഡിഗ്രി മുതൽ ആണ് തുടങ്ങുന്നത്. 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അതേപോലെ അടുത്ത ആംഗിൾ നമുക്ക് അളക്കാം. അടുത്ത ആംഗിൾ ഇതേപോലെ അളക്കുക. കറക്റ്റ് ആംഗിളിൻ്റെ ഈ സെൻറ്ററും ആംഗിളും കറക്റ്റായിരിക്കണം. ഈ ലൈന് കറക്റ്റായിരിക്കണം. അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ 70 ഉണ്ട്, 110 ഉണ്ട്. അപ്പോൾ ഏത് സ്വീകരിക്കണം എന്നുള്ളൊരു സംശയം ഉണ്ടാകും. 70 ആണോ 110 ആണോ? അതിന് നമുക്ക് ഏറ്റവും ഒരു എളുപ്പമാർഗം ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ നേരെ നിൽക്കുന്നതാണ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി കുറച്ച് നമുക്ക് കോണ് കൂടിയിട്ടാണ്. കോൺ ഇങ്ങനെ കൂടിയിട്ടാണ്. അഥവാ 90 ഡിഗ്രി നേരെ ഈ 90 ഡിഗ്രീൻ്റെ കോണ് ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ അതെന്താവും? ലെസ് ദാൻ 90 ഡിഗ്രി അഥവാ 90-നേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഏത് കോൺ ആംഗിൾ കണ്ടാലും 90-നേക്കാൾ കുറവാണ് കൂടുതലാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 90-നേക്കാൾ കുറവാണ്. അപ്പോൾ ഇതൊരിക്കലും 90 വരില്ല, 70 വരുള്ളൂ. 70ഉം 110ഉം കാണാം. ഇത് ഒരിക്കലും 110 വരില്ല, 70 വരുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഈ കോണിൻ്റെ നമ്മൾ ഇടത് ഭാഗത്ത് ആണ് പിന്നെ ഈ കോണ് വരുന്നത്. ഇടത് ഭാഗത്താകുമ്പോൾ ഇവിടുന്നാണ് എണ്ണേണ്ടത്. ഇടത് ഭാഗത്താകുമ്പോൾ കോണിൻ്റെ ഇടത് ഭാഗത്താണ് വലത് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ചെരിവ്. അപ്പോൾ ഈ ഇവിടുന്ന് 0 മുതലാണ് ഈ കോണ് എണ്ണുക. വലത് ഭാഗത്തേക്കാണ് ചെരിവ്. അപ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിവാകും. വലത് ഭാഗത്ത് നിന്ന് 0, 10, 30 ഇവിടുന്ന് എണ്ണണം. അപ്പോൾ ഇത് 70 ഡിഗ്രിയാണ്. ഇതിനുള്ള ഏറ്റവും എളുപ്പമാർഗം നമുക്ക് ഏത് ആംഗിൾസ് കണ്ടാലും 90 ഡിഗ്രി ആണോ, ലെസ് ദാൻ 90 ഡിഗ്രി ആണോ, 90 ഡിഗ്രി ആണോ, 90 ഡിഗ്രിനേക്കാൾ കുറവാണോ, ഇനി 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ എന്നുള്ളത് പെട്ടെന്ന് ആ ആംഗിൾ നോക്കിയാൽ തന്നെ. ഈ അടുത്തൊരു ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുകയാണ്, അതിൻ്റെ അളവെടുക്കുകയാണ്.
കറക്റ്റ് പ്രൊട്രാക്ടർ സെൻറ്റർ കറക്റ്റ് വെക്കണം. അതേപോലെ വര കറക്റ്റായിരിക്കണം. ഇത് 120യും 60യും. ഈ ആംഗിൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ നേരെ വരികയാണെങ്കിൽ 90ആണ്. ഈ 90 കഴിഞ്ഞിട്ട് വീണ്ടും വിടർന്ന് വരിക, കോൺ വലിയ കോണാവുക. കോൺ ഈ ആംഗിൾ വലുതാകുന്നതിനനുസരിച്ച് കോണിൻ്റെ അളവ് കൂടും, മെഷർ കൂടും. ചെറുതാകുന്നതിനനുസരിച്ച് ആംഗിളിൻ്റെ മെഷർ കുറയും. ഇവിടെ വലിയ ആംഗിളാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മോർ ദാൻ 90ആണ്. 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ളതാണ് ഈ ആംഗിൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ 60ഉം 120ഉം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 60 ഈ ആംഗിൾ എന്ന് മനസ്സിലാക്കാം. അപ്പം 90 ഡിഗ്രിയേക്കാൾ കൂടുതലായതുകൊണ്ട് 120 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 3 ആംഗിൾ വരച്ചു. ഒന്ന് 90 ഡിഗ്രി, പിന്നൊന്ന് 70 ഡിഗ്രി, പിന്നൊന്ന് 120 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രി. ഇതിന് പറയുക റൈറ്റ് ആംഗിൾ എന്നാണ്. മലയാളത്തിൽ മട്ടക്കോൺ എന്ന് പറയും. മട്ടക്കോൺ 90 ഡിഗ്രി. ഇത് 70 ഡിഗ്രിയാണ്. ഇത് ലെസ് ദാൻ 90 ആണ്. മലയാളത്തിൽ ന്യൂനകോൺ എന്ന് പറയും. ഇത് 120 ഡിഗ്രി. 120 ഡിഗ്രി. ഇത് മോർ ദാൻ 20 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഏത് ആംഗിൾ കണ്ടാലും ആ ആംഗിൾ കാണുമ്പം തന്നെ നമുക്കറിയണം അത് 90 ഡിഗ്രി ആണോ, അല്ലെങ്കിൽ അഥവാ 90 ഡിഗ്രി ആണോ, അല്ലെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണോ, 90 ഡിഗ്രിയേക്കാൾ കുറവാണോ, അല്ലെങ്കിൽ മോർ ദാൻ 90 ഡിഗ്രി ആണോ, 90 ഡിഗ്രി കൂടുതലാണോ എന്നുള്ളത് നമ്മൾ ആംഗിൾ ആ കോണ് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ കഴിയണം. ഇനി നമ്മൾ നമ്മൾ ഈ ഒരു ലൈനിൽ ഒരു ആംഗിൾ വരക്കണം. നമുക്കൊരു ആംഗിൾ വരക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പിന്നെ ഒരു 40 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ നമുക്ക് വരക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതേപോലെ കറക്റ്റ് പോയിന്റിൽ ഈ സെൻറ്റർ കൊണ്ടുവെക്കുക. ഇത് ഇവിടുന്ന് 10 20 30 40 ഇവിടെയാണ്. ഈ 40ൻ്റെ നേരെ ഒരു ബിന്ദു കൊടുക്കുക. എന്നിട്ട് സ്കെയിലെടുത്തിട്ട് കറക്റ്റ് വരയ്ക്കുക. ഇതാണ് 40 ഡിഗ്രി. ഇനിയിപ്പോൾ ഇനി 90 ഡിഗ്രീൻ്റെ ഒരു ആംഗിൾ നമ്മൾ വരക്കുക. അപ്പോൾ 90 ഡിഗ്രീൻ്റെ ഒരു ആംഗിൾ വരക്കുമ്പം കറക്റ്റ് ഇതേപോലെ വെക്കുക. ഈ വര കറക്റ്റായിരിക്കണം, സെൻറ്റർ കറക്റ്റായിരിക്കണം. 90 ഡിഗ്രി എവിടെയുള്ളത്? ഇവിടെയാണ് 90 ഡിഗ്രി. കറക്റ്റ് പോയിൻ്റ് ഇട്ടു. എന്നിട്ട് 90 ഡിഗ്രീൻ്റെ ഒരു ആംഗിൾ വരക്കണമെങ്കിൽ ആ കറക്റ്റിൽ എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കുക. തെറ്റിക്കോ. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. എപ്പോഴും ഇങ്ങനെ വരിക 90 ഡിഗ്രി. നമുക്കൊരു 130 ഡിഗ്രീൻ്റെ 130 ഡിഗ്രീൻ്റെ ഒരു ആംഗിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊട്രാക്ടർ എടുക്കുക, കറക്റ്റ് വെക്കുക. എന്നിട്ട് 130 ഇവിടുന്ന് 10 ഇങ്ങോട്ടാണ് കോണ് പോകണം. അപ്പോൾ ഇവിടുന്ന് ഉണ്ടാകും 10 20 പോയിട്ട് ഇങ്ങനെ 130 ഇത് ഇവിടെയാണ്. പോയിൻ്റ് ഇടുക, കറക്റ്റ് വരച്ചു. അപ്പോൾ 130 ഡിഗ്രി. ഇങ്ങനെയാണ് ആംഗിൾ. ഒരു മെഷർ തന്നാൽ, ഒരളവ് തന്നാൽ എങ്ങനെ നമ്മൾ ഒരു ആംഗിൾ കോൺ വരയ്ക്കാം എന്നാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഇപ്പോൾ ഈ ഇതിൽ നമ്മൾ 2 കാര്യം പഠിച്ചു. ഒരു കോണ് കണ്ടാൽ അത് എത്ര ഡിഗ്രിയാണ് എന്ന് കണ്ടുപിടിക്കാൻ, പ്രൊട്രാക്ടർ വെച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, ഒരു നിശ്ചിത അളവ് തന്നാൽ, ഒരു മെഷർ തന്നാൽ ആ മെഷറിൽ ഒരു ആംഗിൾ വരയ്ക്കാൻ, ഒരു കോണ് വരയ്ക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ഏത് ആംഗിൾ കണ്ടാലും അത് ലെസ് ദാൻ 90 ഡിഗ്രി ആണോ, ഈക്വൽ ടു 90 ഡിഗ്രി ആണോ, മോർ ദാൻ 90 ഡിഗ്രി ആണോ, അത് 90-നേക്കാൾ കുറവാണോ, അല്ലെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ സമമാണോ, 90 ഡിഗ്രിക്ക് സമമാണോ, അല്ല 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ എന്നറിയാൻ നമുക്ക് കഴിയണം.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ആ വർക്ക് നിങ്ങൾ ചെയ്യണം. ഡ്രോ ആംഗിൾസ് ഇൻ ഫോളോയിങ് മെഷേഴ്സ്. താഴെയുള്ള അളവുകളിൽ കോണുകൾ വരയ്ക്കുക. താഴെയുള്ള അളവുകളിൽ കോണുകൾ വരയ്ക്കുക. ഡ്രോ ആംഗിൾസ് ഇൻ ഫോളോയിങ് മെഷേഴ്സ്. താഴെയുള്ള അളവുകളിൽ കോണുകൾ വരയ്ക്കുക. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി, 90 ഡിഗ്രി, 100 ഡിഗ്രി, 110 ഡിഗ്രി. ഈ മെഷറിലൊക്കെ, ഈ അളവുകളിലൊക്കെ നിങ്ങൾ കോണുകൾ വരച്ച് ഇപ്പോൾ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അയച്ചു തരണം.